സ്ഥലം കുളത്തൂപ്പുഴ. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ സേവ് ദ ഡേറ്റ് എടുക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. കിങ്ങിണി സാറിന്റെ ഇവിടെ ഭയങ്കര ഒരു എന്തൊക്കെയാണ് തോന്നിയാണത്. സ്വന്തമായിട്ടുള്ളൊരുക്കോ? ഓക്കെ. അപ്പൊ എന്തായാലും വലിയ കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ഷൂട്ട് തുടങ്ങത്തുള്ളു. രാവിലെ എത്തി, ചെറിയൊരു ഉറക്കക്ഷീണമുണ്ട്. രാവിലെ വന്നതിന്റെ ഉത്സവത്തിന് ചാടാൻ ഉത്സവമായോണ്ട് ഇന്നലെ ചാടാൻ പോയിട്ടാണ് ഉറക്കക്ഷീണം. ഞാനേ വിജീഷയുടെ 5 മണിന്നല്ലേ, ഞാൻ 5:10 ഒരുങ്ങിയിരുന്നേ. 5:30 നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. വിജീഷയുടെ 5:50 കഴിഞ്ഞപ്പോഴാണ് വന്നത്. ആ സമയം എനിക്ക് ഒരുങ്ങാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഒരുങ്ങിയില്ല. എനിക്ക് പറ്റിയ അങ്ങനെ നമ്മൾ ലൊക്കേഷനിലോട്ട് പോവുകയാണ് ഗൈസ്. ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇത് എവിടെയെന്ന് പറഞ്ഞു? ഇത് കുളത്തൂപ്പുഴ സൈഡാണ്. കുളത്തൂപ്പുഴ സൈഡ് എങ്ങനെയുണ്ട്? കോസ്റ്റ്യൂമൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? വേറെ ഒന്നും കൂടെ ഉണ്ട് ഗൈസ്, പതിയെ കാണാൻ വഴി. ഒരു കാട് ഏരിയയാണ്, നല്ല കാടാണ് ഇവിടെയൊക്കെ. നമുക്ക് വേറൊരു സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ആയതുകൊണ്ട് നമ്മളിവിടെ വരാനിരുന്ന പയ്യന്മാരൊക്കെ മൊണ്ടിയായിപ്പോയി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടിയിരുന്നുകൊണ്ട് സംഭവം പയ്യന്മാരൊക്കെ എത്താൻ ലേറ്റായിപ്പോയി. ഇത് കൊള്ളാം കേട്ടോ, നല്ല ഏരിയ. ബാക്കി നമ്മളെ വീഡിയോഗ്രാഫറൊക്കെ ഇതാണ്, ഈ ബ്രോയാണ്. സ്ഥലം കുളത്തൂപ്പുഴ. ഇതെന്ത് മറിമായും വെഡിങ് ഷൂട്ടാണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ല, ഓക്കെ പറഞ്ഞില്ല. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു കാലാവസ്ഥ നമുക്ക് പ്രതികൂലവും അനുകൂലവും ഇടയ്ക്കിടയ്ക്ക് ആവുന്നുണ്ട്. വളരെ കഷ്ടവുമാണ് ഓഫീസിന്റെ കാര്യം. പാറപ്പുറത്തൂടെ ഓക്കെ ഗൈസ്. പാറപ്പുറത്ത് നിന്ന് കിരൺ കല്ലറ. ഞാനാണ് ഇത് പോർക്കല്ലേ, വെള്ളത്തിൽ കൂടെ 2 ഷോട്ട് എടുത്തിട്ട് അവിടെ നിന്നിട്ട് കയ്യിൽ പിടിച്ച് ഞാൻ ഇങ്ങനെ ജസ്റ്റ് വെള്ളം ഇങ്ങനെ അവിടെ ആയിക്കോട്ടെ. നീ വരല്ലേ, കുറച്ച് വേഗം പോയെ. ഇവിടെ ഇയാൾക്ക് അവിടെ നിന്ന് കറങ്ങാൻ പറ്റുമോ? എനിക്ക് ബ്രോ അവിടെ നിന്ന് നടന്നു പറഞ്ഞു. ബ്രോ ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ മുണ്ടിൽ ഒരു സൈഡ് മുണ്ട് പിടിച്ച് വരാവോ? അത് അടിയിലുള്ള മുണ്ടൊന്ന് കറക്റ്റ് ചെയ്യേണ്ടി വരും. ബെൽറ്റ് കൊണ്ടുവന്നില്ലല്ലേ? മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അല്ലാതെ ഇങ്ങനെ ചെയ്തൊക്കെ നടന്നു വന്നാൽ ഉടുപ്പിന്റെ കൈയൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 4K വെഡ്ഡിങ് ഗ്രൂപ്പ്സിലെ പ്രോസ് അടിപൊളി സപ്പോർട്ടായിരുന്നു. നമ്മൾ കൂടെ നിന്ന്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യമേ പറഞ്ഞു, കരയിൽ നിന്ന് ആദ്യം കുറച്ച് ഫോട്ടോസ് എടുത്ത ശേഷം നിങ്ങളെ വെള്ളത്തിൽ ഇറക്കുന്നു. വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കുളിച്ചേ കയറത്തുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ നമ്മളങ്ങ് അടിച്ചനച്ച് കുളിപ്പിച്ച്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടുന്ന കോസ്റ്റ്യൂം നല്ല രീതിയിൽ മൊത്തം നനഞ്ഞ്. രാവിലെ വന്നുകൊണ്ട് തന്നെ നമുക്ക് മഴയൊക്കെ ഒന്ന് തോന്നിയിട്ടൊന്നായിരുന്നു ആദ്യം നമ്മളെ ബ്രോസ് പറഞ്ഞിരുന്നത്. പക്ഷേ കാലാവസ്ഥ നല്ല പ്രതികൂലമായിരുന്നു. നമുക്ക് മഴ ഉണ്ടായിരുന്ന അനുസരിച്ച് പിന്നെ മഴ മാറും, പിന്നെ വെയിൽ വരും, അങ്ങനെ ഒരു കാലാവസ്ഥയായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. മഴ നനഞ്ഞായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ പിക്കും വീഡിയോസ് എല്ലാം അടിപൊളിയായിട്ട് തന്നെ എടുത്തു തന്നു. ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലായിരുന്നു കേട്ടോ. കുളത്തൂപ്പുഴ പോണ വഴിക്ക് തന്നെയായിരുന്നു. പറയാമോ ബ്രോ? ഓക്കെ, റെഡി ചെയ്തേ. നാട്ടിൽ ചൂടായിരുന്നെങ്കിലും ഇന്ന് നല്ല ഒരു ക്ലൈമറ്റ് കിട്ടി നമുക്ക്. മഴയ്ക്ക് നല്ല മഴയുടെ ഒരു ചെറിയ ചാറ്റിലും എല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും ക്യാമറമാൻ നമുക്ക് നല്ല ലൈറ്റ് തന്നെയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഹോട്ടൽ കണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മള്
എത്രയും പെട്ടെന്ന് ഫുഡ് കഴിക്കണം. ഒരു ഹോട്ടൽ സോനു. അപ്പൊ ഓക്കെ, പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരട്ടെ. അടുത്ത ലൊക്കേഷൻ ചെന്നപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത ലൊക്കേഷൻ എന്താ ഇവിടെ ഇരുന്ന് കേട്ടോ. നല്ല മഴ. നമ്മള് അത്യാവശ്യം പെട്ടെന്ന് ഓടി നടന്ന് ഫോട്ടോ എടുക്കായിരുന്നു കേട്ടോ. നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് വിട്ടും പോയി സമയം കിട്ടിയില്ലെന്ന് വെച്ചാൽ ഓടി നടന്ന് ഫോട്ടോ എടുത്തെന്ന് പറയാം. കാരണം മഴ ഇച്ചിരി തോന്നുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് എടുത്തേണ്. അതുകൊണ്ട് കറക്റ്റ് നമുക്ക് അവിടത്തെ ഇത് സൗണ്ട് പോകാ. ഈ വിജയശീലിന് ഇച്ചിരി കുഴപ്പം കൂടുതലായിട്ടിരിക്കുകയാണ് ഇപ്പൊ ഈ തൊണ്ടയൊക്കെ തുറന്നു തുടങ്ങിയപ്പോഴത്തേക്ക് ഇത്തിരി അഹങ്കാരം. എന്താ വീണ്ടും മഴ ആരംഭിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇതിനായിട്ട് പോവാണേ.